பார்க்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. ஸ்கூலுக்கு பாடி கார்டு அனுப்புறாங்க. பாசத்தை பத்தி பேசாதீங்க. நம்ம யாருக்கும் எதுவுமே தெரியும். என்ன ஆம்பளை பொம்பளை, என்ன ஃபெமினிசம், ഫെമിനിസം എന്നു തെരിയുമാ ആർക്കാവത്? റേപ്പ് അഗൈൻസ്റ്റ് പടം എടുത്തവന്നാ ഒരു അച്ഛന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടൻ ജയൻ രവി അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഡൈവോഴ്സിന്റെ വക്കീലെത്തി നിൽക്കുമ്പോൾ സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ പോലും അവരുടെ ഭാര്യ അനുവദിക്കുന്നില്ല. സ്കൂളിൽ പോയി കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബോഡി ഗാർഡ്സിനെ വിടുന്നു അത്രേ. ഇത്രയും കാലം ഈ സിനിമയെ കിടന്ന് കഷ്ടപ്പെട്ട് പാടുപെട്ട് അയാൾ ഉണ്ടാക്കിയതെല്ലാം അവരും കൊണ്ടുപോയി അയാൾ ഇന്ന് എവിടെയോ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തം മകനോട് അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും ആ വീഡിയോ കണ്ടപ്പം ഭയങ്കരമായിട്ടൊരു സങ്കടം വന്നു. അയാൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫെമിനിസം, എന്ത് ഫെമിനിസം എന്ന്. അതായത് പുരുഷന്മാർക്കെതിരെ സംസാരിക്കുക, പുരുഷന്മാരുടെ മണ്ടയ്ക്ക് കയറുക, അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് ഫെമിനിസം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ ബുദ്ധിയില്ലാത്ത സ്യൂഡോ ഫെമിനിസ്റ്റുകളാണ് ഇതുപോലുള്ള വിഷയങ്ങൾക്ക് കാരണം. ആ ഒരു സ്യൂഡോ ഫെമിനിസം കൊണ്ട് ഇന്ന് തകർന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ മനുഷ്യൻ പൊട്ടി തകർന്നിരിക്കുകയാണ്. അയാൾക്ക് വേണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ പല രീതിക്കും പല സ്ത്രീകളായിട്ട് എങ്ങനെ നടക്കാമായിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് മാന്യമായി ജീവിക്കാമെന്ന് കരുതിയ മനുഷ്യന്റെ അവസ്ഥയാണ്. ദയവ് ചെയ്ത് ഈ ഫെമിനിസം എന്താണെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പഠിക്കുക. ദ റിയൽ ഫെമിനിസത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ട് അതിന്റെ പിറകെ പോവുക. അല്ലാണ്ട് ഈ മോഡേൺ സെലിബ്രിറ്റിയും പബ്ലിക് അറ്റൻഷന് വേണ്ടി പുരുഷനെ തെറി വിളിക്കുക, പുരുഷന്റെ മണ്ടേ കയറുക, അങ്ങനെയുള്ള സാമാനങ്ങളൊന്നും അല്ല ഫെമിനിസം. എന്റെ പൊന്നുമക്കൾ, അതൊക്കെ ഫെമിനിസം ആണെന്ന് കരുതി സ്വന്തം ജീവിതങ്ങൾ ഇല്ലാതാക്കരുത്.